ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുമായിട്ടിപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ അകന്ന് നിൽക്കുന്ന സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇമോഷൻസ് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, അപ്പം അങ്ങനെയൊക്കെ ഒരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു സ്ട്രഗ്ലിംഗ് എനർജി ആണ് നിങ്ങളിലുള്ളത് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ തിരികെ വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ? ആ ഒരു പഴയ ബോണ്ടിങ്ങിലേക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ ഉദ്ദേശം, കാര്യങ്ങൾ? അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേര്, അവരുടെ മുഖം ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പേജ് ഓഫ് വാൻഡ്സ്, Two of Swords, Eight of Swords, King of Coins, Five of Swords, Ace of Wands, Knight of Swords, Three of Swords, Four of Wands, Six of Wands, Ace of Swords, Queen of Swords, Five of Coins, Chariot, Page of Cups, Five of Wands, Strength, The World Energy. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന 10 of Cups ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് സോഡ് എനർജി അതുപോലെ തന്നെ വാണ്ട് എനർജിയുമാണ്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈഗോ നിങ്ങളുടെ ബന്ധത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയും കണക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഒരുപാട് വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുറിവേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങളുടെ എനർജിയിലാണെങ്കിലും കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ സാഹചര്യം കൊണ്ടായിരിക്കാം നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങളുടെ പേഴ്സണലും വളരെയധികം ഹേർട്ട് ആക്കിയിട്ടുണ്ട്. ഈക്വൽ ആയിട്ട് നിങ്ങളിലും വളരെയധികം വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇമോഷൻസ് കാര്യങ്ങൾ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്തൊരു സ്റ്റേജ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഇവരിലേക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നുണ്ടാവില്ല. പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വന്ന് വീണ്ടും നിങ്ങൾ നന്നായിട്ട് ഈ ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കൂടുതലായിട്ടൊന്നും ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ഒന്നും നിങ്ങൾ തയ്യാറെടുത്തല്ലായിരിക്കും നിൽക്കുന്നത്. ഇവരിൽ തന്നെ ഇവരാണ് നിങ്ങളോട് തെറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇവരിൽ തന്നെ ഒരു കുറ്റബോധമൊക്കെ തോന്നിയിട്ട് ഇവർ വരണം നിങ്ങളിലേക്ക് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അതോ ഈ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോയാൽ മതി എന്നൊരു മെന്റാലിറ്റി ആണോ അവരിലുള്ളത്? അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന, അതായത് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ഓൾറെഡി പ്രശ്നങ്ങൾ വന്നതിന് ശേഷം മൂന്നാമതല്ല അല്ലെങ്കിൽ നാലാമതല്ല പുറത്തു നിന്നുള്ള പല വ്യക്തികളും നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇടപെട്ടത് മൂലം നല്ല രീതിക്ക് നിങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിക്ക് സോൾവ് ചെയ്യാമായിരുന്ന ബന്ധം കുറച്ച് കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ
കറണ്ട് എനർജിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയിലാണെന്നുണ്ടെങ്കിലും ഇവര് നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നിരന്തരമായിട്ട് നിങ്ങളെ ഓർക്കുന്നവരാണ്. മാത്രമല്ല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതല്ല, നിങ്ങൾ എത്രത്തോളം പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് അറിയാനുള്ള നല്ല രീതിക്ക് ഒരു ക്യൂരിയോസിറ്റി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഓരോ നീക്കങ്ങൾ, നിങ്ങളുടെ ഓരോ നീക്കങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള തിരിച്ചറിയുമ്പോൾ അവരിലും അതേ equal ആയിട്ടുള്ള വേദന ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവര് action എടുക്കുന്നില്ല, ചിലപ്പോൾ emotions നിങ്ങളിലേക്ക് കാണിക്കുന്നില്ല. ദേഷ്യമായിരിക്കാം ചിലവർ കാണിക്കുന്നത്, ചിലവർ ഒരു emotions ഉം കാണിക്കാതിരിക്കുന്ന അവസ്ഥയായിരിക്കാം. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം ഈ ഒരു spread ൽ വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് വേദനിക്കുന്നില്ല എന്നുള്ളതല്ല, ഇവർ നല്ല രീതിയിൽ ആ ഒരു pain കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇവർക്കും വളരെയധികം ഒരു കുറ്റബോധം കാര്യങ്ങളൊക്കെ ഇവിടെ തോന്നുന്നുണ്ട്. പക്ഷെ ഇവർ കുറച്ചധികം stuck ആയിട്ടാ ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് ആ ഒരു action എടുത്ത് വരുന്നതിനോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള യഥാർത്ഥ feelings നിങ്ങളോട് express ചെയ്യുന്ന കാര്യത്തിലോ ഇവർക്ക് ഇപ്പോൾ ഒരു decision എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിന്റെ main കാരണം എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളാണ്. നിങ്ങൾ തമ്മിൽ പരസ്പരം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, അതെല്ലാം ഇവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് hurt ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ചൊരു ego ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ hurt ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം അവരുടെ ego നെ hurt ചെയ്യുമ്പോഴേക്കും കുറച്ച് സ്വാർത്ഥതയോടുകൂടി എന്നാ ഞാനിപ്പോ express ചെയ്യുന്നില്ല കൂടുതലായിട്ട്, കുറച്ച് ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ എന്നൊരു mentality യിലും ഇവർ നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനത്തെ ഒരു energy നമുക്കിവിടെ connect ആവുന്നുണ്ട്. പക്ഷെ എങ്കിലും നിങ്ങളുടെ relationship ന്റെ കാര്യത്തിൽ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആ ഒരു നിങ്ങളുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു bonding അതിനെ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു സന്തോഷകരമായ പരിസമാപ്തി relationship ൽ തിരികെ കൊണ്ടുവരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ already committed ആയിരിക്കാം. പരസ്പരം നിങ്ങൾക്കിടയിൽ നല്ലൊരു connection കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് ആ ഒരു life മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നവരോ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരോ ആയിരിക്കാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ഒരു marriage energy ആണ്. ഈ relationship ൽ അതാ ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ഒന്നെങ്കിൽ already committed ആണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു marriage life ലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരും ആയിരിക്കാം. ഒരുമിച്ചുള്ള journey, ആ ഒരു journey ക്ക് മുന്നോട്ടേക്ക് പോകുന്നവരാണ്. എന്നാൽ നിലവിൽ ഈ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഒറ്റപ്പെടലുകൾ കാര്യങ്ങൾ over thinking ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിയിലും പ്രകടമായിട്ട് തന്നെ കാണുന്നുണ്ട്. അവർ sudden ആയിട്ട് ഒരു action എടുക്കുന്ന കാര്യത്തിൽ ഈ ഒരു spread നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം stuck ആണ്. അതിന്റെ reason ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരുടെ ego കാര്യങ്ങളൊക്കെ hurt ആയിരിക്കുന്നത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു stuckness അവരിൽ വരുന്നുണ്ടെങ്കിൽ പോലും അവർ സ്വയം അവരെ heal ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ ഭയങ്കരമായിട്ട് അവർ ഓവർ തിങ്കിങ് ചെയ്ത് ചെറിയ കാര്യത്തെ കൂടെ വലിയ രീതിയിലേക്ക് ആക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ സ്വയം heal ആവാൻ കുറച്ച് സമയം എടുക്കും. ഇവിടെ അവർ ഈഗോ പിടിച്ചിരിക്കുക എന്നുള്ളതല്ല, പൂർണ്ണമായിട്ട് ഞാൻ express ചെയ്യുന്നില്ല അല്ലെങ്കിൽ action എടുക്കുന്നില്ല അങ്ങനത്തെ ഒരു mentality മാത്രമല്ല വന്നിരിക്കുന്നത്. അവർ okay അല്ല, അവർക്ക് action എടുക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാനും സാധിക്കുന്നില്ല. അതിന്റെ ഒരു കാരണം നോക്കുകയാണെങ്കിൽ അവരുടെ emotions ആണെങ്കിൽ അവർ പക്ഷെ അവരെ സ്വയം heal ചെയ്യിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഒരു മാറ്റം സ്വയമേ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരു സത്യസന്ധത ഈ ഒരു ബന്ധത്തിൽ പുലർത്തണം, മുന്നോട്ടേക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ ഒരു സമയത്ത് അവരിൽ അങ്ങനത്തെ ഒരു energy മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം മറു സൈഡിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് പുറത്തു നിന്നുള്ള ഒരുപാട് energies കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റേതായ ഒരു complication അല്ലെങ്കിൽ ഒരുപാട് പേരോട് അഭിപ്രായം ചോദിക്കുക അല്ലെങ്കിൽ ഇവരുടെ അഭിപ്രായം പൂർണ്ണമായിട്ടും എടുത്ത് മുന്നോട്ടേക്ക് വരുന്ന കാര്യത്തിൽ ഇവർ കുറച്ചധികം stuck ആണ്. ചിലപ്പോൾ ഇവർ ഇങ്ങനെ ഭയങ്കര brilliant ആയിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ പോലും ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കാനോ ഉള്ള കാര്യത്തിൽ ഇവർക്ക് ഒരു back support വേണം. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ ഇവർക്ക് ഭയങ്കര confusion ആണ്. ഒരു back support ഓ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യും. ഇവിടെയും അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അവർ വേദനിക്കുന്നുണ്ട്, അവർക്ക് മാറ്റങ്ങൾ വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എങ്കിലും അവർ ഭയങ്കരമായിട്ട് emotionally weak ആണ്. അവർക്ക് നിലപാട് എടുക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് struggle ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്.
ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് അല്ലെങ്കിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് വരുന്ന കാര്യത്തിൽ സ്വയമേ തന്നെ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു നിസ്സഹായ അവസ്ഥയും ഇവരിൽ കാണുന്നുണ്ട്. എങ്കിലും അവരുടെ എനർജിയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരൊരു റിസ്ക് എടുക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വൈകാരികപരമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളെ വേണമെന്ന് ആഗ്രഹിച്ച ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് തിരികെ നോക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ വളരെ ഫാസ്റ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇവര് കൂടുതലായിട്ടും ഹൃദയം വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തല കൂടുതൽ വർക്ക് ചെയ്യുന്നവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പരസ്പരമുള്ള ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത് ഹൃദയം കൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നതൊക്കെ തല കൊണ്ടാണ്. അവർ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് മാത്രം ഒരു ബന്ധത്തെ മുന്നോട്ട് കാണുന്നവരാണ്. എന്നാൽ ഇപ്പൊ നിലവിലെ ഇവരുടെ ആ ഒരു പ്രാക്ടിക്കൽ തിങ്കിങ് മുഖേന അത് അവരുടെ ഹൃദയത്തെയും കൂടെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജി എല്ലാം ഡ്രെയിൻ ഔട്ട് ആകുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ബുദ്ധിപൂർവ്വം ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഹാപ്പിനെസ് റിലേഷൻഷിപ്പിൽ നിലനിർത്തുന്ന രീതിയിൽ അത് വേണം എന്നുള്ള രീതിക്കും കൂടെ ചിന്തകൾ വരുന്നുണ്ട്. അപ്പൊ പ്രാക്ടിക്കൽ മൈൻഡിനോടൊപ്പം തന്നെ ഹൃദയവും കൂടെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് ഇവരുടെ എനർജി നമുക്കിവിടെ കിട്ടുന്നത്. മാത്രമല്ല നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇമോഷൻസ് പ്രകടിപ്പിക്കാതിരുന്ന വ്യക്തികളാണെങ്കിൽ, സ്നേഹവും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാതെ വെച്ചിരുന്ന ഒരു വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിപ്പോ ചിന്തിക്കുന്നുണ്ട് പ്രകടമായിട്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് നൽകണം. കാരണം ഒരു പക്ഷേ ചില സമയങ്ങളിൽ പ്രകടമായിട്ട് നൽകിയാൽ മാത്രമാണ് അതിന് value ഉള്ളൂ. അതിങ്ങനെ hold ചെയ്ത് മനസ്സിൽ പിടിച്ചിട്ട് എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് ഇവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. ഇവർക്ക് കുറേ അധികം കാര്യങ്ങളിൽ നല്ലൊരു clarity വരുന്നുണ്ട്, ഒരു realization വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും സത്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ അതിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളൊരു വ്യക്തതയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങൾ ഇവരിൽ വരുന്നത് കൊണ്ട് അത് നിങ്ങളുടെ ബന്ധത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ഉണ്ടാക്കാനും സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ വേണമെന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ്. ഈ ഒരു സാഹചര്യം ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോയാൽ മതി എന്നൊരു ചിന്ത അവരിൽ ഇല്ല. അവർക്കും മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ടെൻ ഓഫ് കപ്സിന്റെ എനർജി തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആ ഒരു കൂടിച്ചേരലിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇവരുടെ മനസ്സും ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു celebration തിരികെ കൊണ്ടുവരിക. തിരികെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും share ചെയ്യണം. നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കാൻ അവരും അവരുടെ സ്നേഹം നിങ്ങളിലേക്ക് നൽകാനും അവരും തയ്യാറെടുക്കുകയാണ്. അപ്പൊ രണ്ട് കാര്യത്തിനും അവർ തയ്യാറാണ്. നിങ്ങളെ സ്വീകരിക്കാനും അവരുടെ സ്നേഹം നൽകാനും. അപ്പൊ കുറച്ചൊരു ഈഗോ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും സ്നേഹമുള്ളവർ തന്നെയാണ്. ഭയങ്കരമായി സ്നേഹം ഇല്ലാത്തവർ എന്നുള്ള രീതിക്കല്ല, ഒരുപാട് സ്വയം ചിന്തിച്ച് ഒരു കുഴിയിൽ ചാടുന്ന വ്യക്തികളാണ്. ബുദ്ധി ഉണ്ട് എന്നുള്ളത് പുറമേ തോന്നുന്നുണ്ടെങ്കിലും അത്രത്തോളം ബുദ്ധിയൊന്നും ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം തലകൊണ്ട് ചിന്തിച്ച് മാത്രം ചെയ്യുന്നവർക്ക് ഒരു സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ അത്രത്തോളം ബുദ്ധി ഉണ്ടെന്നുള്ളത് പറയാൻ പറ്റില്ല. അത് അവർ തന്നെ കുറെ അധികം കാര്യങ്ങളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഭയങ്കരമായിട്ടൊരു വേദന കാര്യങ്ങളിലൂടെ ഓർത്തോർത്ത് വേദനിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങളിൽ നല്ലതും ചീത്തയും ഒക്കെ ഓർത്തെടുക്കുന്നുണ്ട്. നല്ലത് എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് അവർക്ക് മുന്നോട്ടേക്ക് വരണം എന്ന് ആഗ്രഹം വരുവാണെങ്കിൽ, ചീത്തത് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് മറ്റാരെങ്കിലുമൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളും. അപ്പൊ ഒരുപാട് ചിന്തിച്ചു കൂട്ടി സ്വയമേ ആണ് ഇവർ stuck ആയി നിൽക്കുന്നത്. ആക്ച്വലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മറ്റാരെങ്കിലുമൊക്കെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്ക് ആക്ഷൻ എടുക്കാം. പക്ഷെ ഇവരുടെ പ്രശ്നം, ഇവർക്ക് ഞാൻ ആദ്യം വീണ്ടും പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ഒരു ബാക്ക് സപ്പോർട്ട് വേണം. ഇവർ ആ ഒരു ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ stuck ആണ്. ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളായിരിക്കും കൂടുതലായിട്ട് അവർക്കൊരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അവരെ മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ നിങ്ങളൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ അവർക്കതില്ല. അപ്പൊ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ ആ ഒരു പ്രസൻസും വളരെയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക മാത്രമല്ല, വളരെയധികം മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു മിസ്സിങ് കാര്യങ്ങളൊക്കെ ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു പ്രകാശമായിട്ട് കടന്നു വരാനും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളെന്ന പ്രകാശം തിരികെ വേണമെന്നും ആത്മാർത്ഥമായിട്ട് തന്നെ ഒരു
ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു വിഷ് അത് അവരിൽ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് എങ്കിൽ പോലും അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരുപാടൊരു എന്താ പറയാ ഫൈറ്റിങ്, പ്രശ്നങ്ങള്, ഒരു മൽപ്പിടുത്തം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിലും ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നവരാണ്, ഒരുപാട് നിങ്ങളെ ഓർക്കുന്നവരുമാണ്, സ്വയം വേദന കടിച്ചമർത്തുന്ന ഒരു അവസ്ഥയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് ഒക്കെ ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ കടന്നു വരാൻ സാധ്യതകളുണ്ട്. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിലൂടെ ഇപ്പൊ ഇവിടെ ഒരു റിസ്ക് എടുക്കുന്ന എനർജി നമുക്ക് കാണിച്ചായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കണം. അതായിരിക്കാം ആ ഒരു റിസ്ക് എന്നുള്ളത് ഒരുപക്ഷെ ഇവിടെ കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കണക്റ്റഡ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്താം. ഇപ്പൊ അവരാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ നിങ്ങളിൽ പലരും ഈ ഒരു വ്യക്തിനെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ ഏത് വഴി മുഖേനയും ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളോ ഒക്കെ മുഖേനയാണെങ്കിലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തുകയും അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു വളർച്ച, പൂർണ്ണ വളർച്ച ഈ ഒരു ബന്ധത്തിൽ വേണം എന്നുള്ള രീതിക്ക് നിങ്ങളിലേക്ക് ആ ഒരു തുറന്ന സംസാരം, മനസ്സ് തുറന്ന ഒരു സംസാരം നടത്താനും സാധ്യതകൾ കാണുന്നുണ്ട്. ഇമോഷൻസ് നിലവിൽ കറന്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ വളരെയധികം കൺട്രോൾഡ് ആണെങ്കിലും ആ ഒരു കൺട്രോൾ ചെയ്തിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് സ്വയം അവർ ഹീൽ ആകുന്ന ഒരു സ്റ്റേജ് ആണ്. കാരണം അവരുടെ മനസ്സുകൊണ്ട് പല സാഹചര്യത്തെയും നിയന്ത്രിക്കാനായിട്ട് പഠിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി അവരിൽ വന്നിട്ടുണ്ട്. അപ്പൊ എടുത്തുചാട്ടമുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം, അതുപോലെ ഈഗോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവരുണ്ടായിരിക്കാം, അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ ഒരു നിലപാടില്ലാത്ത രീതിയിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടെങ്കിൽ അവർ അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് എല്ലാ രീതിയിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇവർ മാറുന്നുണ്ട്. അപ്പൊ ആദ്യ സമയങ്ങളിൽ ഇവർക്ക് ഒരു ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ പോകെ പോകെ അവരുടെ എനർജിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് വരുന്നത്. നീതിയും ന്യായവും ഈ ഒരു ബന്ധത്തിൽ അനിവാര്യമാണെന്നുള്ളത് അവരും ചിന്തിക്കുന്നുണ്ട്. ഒരു forgiveness ഒക്കെ നിങ്ങളുടെ ബന്ധത്തിൽ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള ഒരു സിറ്റുവേഷൻ, അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ബന്ധത്തിൽ വരും. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇവരോട് ഒരുപാട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇവരോട് ഒരു സോറി പറയാനോ കാര്യങ്ങളോ, സോറി എന്ന് പറയുമ്പോൾ ഇവരാണ് തെറ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വാക്കുകൾ കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അവസരം ലഭിക്കുക എന്ന് പറയുമ്പോൾ ഇവർ അവിടെ നിങ്ങളെ ബ്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ അങ്ങനത്തെ ഒരു രീതിയിലല്ല കമ്മ്യൂണിക്കേഷൻ വന്നിരിക്കുന്നത്. തുറന്ന സംസാരം എന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക, ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ആണ്. കാരണം ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ഒക്കെ ഒരു ബന്ധത്തിൽ വരുവാണെങ്കിൽ ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു പഴയ ബോണ്ടിങ്ങിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ട്രസ്റ്റ്, ആ ഒരു വിശ്വാസം ഇവരിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് അവര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ സ്വയം ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനത്തേക്ക് ഒരു മെന്റാലിറ്റി വരുന്നുണ്ട്. അപ്പൊ ഒരു കണക്ഷൻ വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാം. കാരണം അവരുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന മുറിവ്, നിങ്ങളുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന മുറിവ്, അതുപോലെ അവർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേദന, അതോടൊപ്പം പല പല സാഹചര്യങ്ങൾ, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ അവരുടെ നിലപാടില് എങ്ങനെ എന്തെങ്കിലും അതായത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എങ്ങനെയെന്നല്ല എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും ഒന്ന് കണക്ട് ചെയ്യാം. കാരണം ആ ഒരു പഴയ രീതിയിലേക്ക് അവരുടെ ലൈഫിലേക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ അവർ നിങ്ങളെ എന്തായാലും ആഗ്രഹിച്ച് തുടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. എനർജിയിൽ എന്തായാലും വേരിയേഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ നിലപാടോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ മാറി നിന്നവരൊക്കെ ആണെങ്കിൽ അതിപ്പോ ബ്ലോക്ക് ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഇമോഷൻസ് ഒരു രീതിയിലും ദേഷ്യം മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൂടുതലായിട്ട് പ്രകടിപ്പിക്കാതിരിക്കുന്ന സ്റ്റേജോ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പൊ എന്തായാലും അവരുടെ എനർജിയിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അവരിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആഗ്രഹിക്കുകയും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിക്കുകയും അവരുടെ ഒറ്റപ്പെടലില് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ലൈഫിൽ അവരെ മനസ്സിലാക്കിയ ഒരു വ്യക്തി അത് നിങ്ങളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ വ്യക്തി
പ്രാക്ടിക്കൽ മൈൻഡ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോ ഒരു സൈഡ് കൊണ്ട് പതുക്കെ പതുക്കെ ഇമോഷണലി ഹൃദയം കൊണ്ടും നിങ്ങളെ തൊട്ടറിയാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അത് നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു ശുദ്ധത തന്നെയാണ്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ അത്രത്തോളം സ്നേഹിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് അത്രത്തോളം ഇവരിലേക്ക് അട്രാക്റ്റ് ആകുന്നുണ്ട്. അവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടി ഈ ഒരു സമയത്ത് നോക്കാം. സിക്സ് 30 രോഹിണി എന്നൊരു സ്റ്റാർ, അവിട്ടം, എ എന്നൊരു ലെറ്റർ, ഓഗസ്റ്റ് മന്ത്, മകയിരം, ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്റ്റ്, ആയില്യം, പി എന്നൊരു ലെറ്റർ, വി എന്നൊരു ലെറ്റർ, എൻ എന്നൊരു ലെറ്റർ, ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കാം. എസ്, എച്ച് എന്നൊരു ലെറ്റർ, അത്തം എന്നൊരു സ്റ്റാർ, എൻ എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്, എച്ച് അഗെയിൻ വന്നിട്ടുണ്ട്, വി അഗെയിൻ വന്നിട്ടുണ്ട്, 42, 24, തിരുവോണം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, 40 വന്നിട്ടുണ്ട്, 19, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 1986 ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.